പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് ഒരിക്കൽ കൂടെ ആ ദൈവ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാവിലെ സമയം നിങ്ങൾക്ക് നൽകുവാനായിട്ടുള്ള ദൈവിക സന്ദേശം എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരു ദൈവിക വിടുതല് പൗലോസ് അപ്പോസ്തലനിൽ കൂടെ വെളിപ്പെടുത്തപ്പെട്ട ഒരു ചരിത്ര വേദഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ ചരിത്ര പുസ്തകമായിട്ടാണ് അതിനെ വേദപണ്ഡിതന്മാർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നടന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരുപാട് അത്ഭുതകരമായ സംഭവങ്ങൾ പരിശുദ്ധാത്മാവ് ദൈവസഭയിൽ ചെയ്തെടുക്കുന്ന മഹത്വകരമായ ശുശ്രൂഷ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 20-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വേദഭാഗങ്ങൾ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ചു. പാതിരാവരെയും പ്രസംഗം നീട്ടി. ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്ക് ഉണ്ടായിരുന്നു. അവിടെ യൂത്തിക്കോസ് എന്ന യൗവനക്കാരൻ കിളിവാതിക്കലിരുന്നു ഗാഠനിദ്ര പിടിച്ചു. പൗലോസ് വളരെ നേരം സംഭാഷിക്കുകയാൽ നിദ്രാവശനായി 3-ാം തട്ടിൽ നിന്ന് താഴെ വീണു. അവനെ മരിച്ചവനായി എടുത്തുകൊണ്ടുവന്നു. പൗലോസ് ഇറങ്ങിച്ചെന്ന് അവന്റെ മേൽ വീണു തഴുകി, ഭ്രമിക്കേണ്ട, അവന്റെ പ്രാണൻ അവനിലുണ്ട് എന്ന് പറഞ്ഞു. ദൈവത്തിനു സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ തിരുവെഴുത്തിൽ ഒരു കൂട്ടായ്മയിൽ സംഭവിച്ച ഒരു കാര്യമാണ്. കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വിഷയം ഒരു വലിയ വേദനാജനകമായ വിഷയം തന്നെയാണ്. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് നിന്ന് ഒരുത്തൻ എന്ത് ചെയ്തു? 2-ാം നിലയിൽ നിന്ന് വീണ്, അല്ലെങ്കിൽ 3-ാം നിലയിൽ നിന്ന് വീണ് അവൻ മരിച്ചു. അതൊരു വളരെ എന്താ പറയുന്നത്, ആളുകൾ വീക്ഷിക്കുന്ന, ശ്രദ്ധിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും, അല്ലേ? പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് നേരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കും. സ്തോത്രം. ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങളുടെ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ടോ? നമുക്കറിയാം, പ്രാർത്ഥന കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ആക്സിഡന്റിൽ മരിച്ചു, അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ പ്രാർത്ഥനയിൽ ഇരുന്നപ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അറ്റാക്കായിട്ട് മരിച്ചു. അത് നമ്മൾ കേട്ടിട്ടുള്ള സംഭവമാണ്. ആരാധന നടുവിൽ വെച്ച് എന്ത് ചെയ്തു? മരിച്ചു. പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടായി മരിച്ചു. ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ നടന്ന ഈ മരണം, ഈ കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൗലോസ് പിറ്റേ ദിവസം എന്ത് ചെയ്യാണ്? അവിടുന്ന് യാത്ര പുറപ്പെടുകയാണ്. ഒരു യാത്രയെ കൂട്ടായ്മയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രാത്രിയിലാണ്. ആ രാത്രിയിലത്തെ മീറ്റിങ്ങിൽ പൗലോസ് അപ്പോസ്തലൻ അല്പം പ്രസംഗം എന്ത് ചെയ്തു? നീട്ടുവാനായിട്ടിടയായിത്തീർന്നു. പ്രസംഗം വളരെ ഗൗരവമായ നിലയിൽ മുന്നോട്ട് പോയി. പറയുന്നത് ഇങ്ങനെയാണ്: പാതിര വരെ പ്രസംഗം എന്ത് ചെയ്തു? മുൻപോട്ട് പോയി. അപ്പോ അവിടെ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടവനായി മാറിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ, കിളിവാതിൽ, പ്രത്യേകിച്ച് അവിടെ കമ്പിയിഴകളൊന്നുമില്ല, ആ കാറ്റ് കയറേണ്ടതിന് വേണ്ടി ഇട്ടിരിക്കുന്ന അന്നത്തെ കാലത്തെ ബിൽഡിംഗ് ആണല്ലോ, അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ കെട്ടിടമാണ്. അതിനകത്ത് ഏറ് കയറാനും കാറ്റ് കയറാനും ഒക്കെ ആയിട്ട് ചെറിയ കിളിവാതിൽ ഇട്ടിട്ടുണ്ട്. ആ കിളിവാതിലിന്റെ ഭാഗത്ത് ഇവൻ എന്ത് ചെയ്തു? കയറിയിരുന്നു. ദൈവത്തിനു സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നവർ അശ്രദ്ധയോടെ ഇരിക്കാൻ പാടില്ല.
പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നവർ പ്രാർത്ഥനയിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് ഇരിക്കണം. കാരണം ദൈവവുമായിട്ടുള്ളൊരു നല്ല ബന്ധത്തിലാണ് ഇരിക്കുന്നത്. ഇവിടെ ദൈവവചന ശുശ്രൂഷയിലും അലസനായി മാറിയിരിക്കുന്ന ഈ ഊത്തിക്കോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ അലസനായി നിലകൊള്ളുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലരിത് നന്നായിട്ട് ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. സഭയിൽ മാത്രമല്ല, ഏത് മേഖലയിൽ ചെന്നാലും ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഉറങ്ങുന്ന, പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ അന്നേരെ ഉറങ്ങുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളില് ദൈവത്തിന് സ്തോത്രം. നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ആ കൂട്ടായ്മ വേണ്ട വിധത്തിൽ ആസ്വദിക്കുവാൻ കഴിയാത്ത നിലയിൽ, അല്ലേ, വേണ്ട വിധത്തിൽ ആസ്വദിക്കാൻ കഴിയുന്നില്ല. ആ കൂട്ടായ്മയെ അതിനെ വേണ്ട രീതിയിൽ സ്വീകരിപ്പാൻ കഴിയുന്നില്ല. ഇന്ന് രാവിലെ സമയത്ത് എനിക്ക് ദൈവമക്കളോട് പറയാനായിട്ടുള്ളൂ, ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അത് ആസ്വാദകരമായ നിലയിലിരിക്കണം. ഒരു നല്ല, എന്താ പറയുന്നത്, കേറ്ററിങ്ങിന്റെ ഒരു നല്ല കഴിച്ചിട്ടില്ലാത്ത ഫുഡിന്റെ മുമ്പിൽ നമ്മൾ ഭക്ഷിപ്പാൻ ഇരിക്കുന്നത് പോലെ എന്ത് ചെയ്യുക, നമ്മൾ ആസ്വാദികരമായ നിലയിൽ പ്രാർത്ഥനയിലായാലും ദൈവവചന കേൾവിയിലായാലും ആരാധനയിലായാലും നമ്മൾ എന്ത് ചെയ്യണം, അതിൽ അങ്ങ് ആസ്വദിച്ചിരിക്കണം. സ്തോത്രം. അലസന്മാർക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ആരാധനയിൽ അലസത കാണിക്കുന്ന, പ്രാർത്ഥനയിൽ അലസത കാണിക്കുന്ന, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തുടരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അലസ മനോഭാവങ്ങളെ ആമേൻ വെളിപ്പെടുത്തുന്ന ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ഒരു വലിയ അപകടം അതിന്റെ പിന്നിലുണ്ടെന്ന് മറന്നു പോകരുത്. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ, അംഗീകരിക്കാൻ കഴിയാതെ അടുത്തിരിക്കുന്നവർ തമ്മിൽ സംസാരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ള കാര്യമാണ്. അപ്പൊ ഇവിടുത്തെ ഈ കൂട്ടായ്മയിലുള്ള അപകടകരമായ സാഹചര്യം എന്ന് പറയുന്നത് അത് ചെറിയ രീതിയിലുള്ള കാര്യമല്ല. യൂത്തിക്കോസിന്റെ വീഴ്ചയുടെ കാരണം പ്രസംഗത്തിന്റെ നീളം കൊണ്ട് സംഭവിച്ചതല്ല. പൗലൂസ് പാതിരാവരെ പ്രസംഗം നീട്ടിയത് കൊണ്ട് യൂത്തിക്കോസിന് ഉണ്ടായ അപകടം അല്ല, അവന്റെ അലസതയിൽ നിന്ന് ഉണ്ടായതാണ്. അവൻ ലോക സുഖം എന്ന് പറഞ്ഞ ലോകത്തിന്റെ കാറ്റ്, അതുപോലെ തന്നെ പുറത്തോട്ടുള്ള കാഴ്ചകള്, ഇതെല്ലാം അവൻ എന്ത് ചെയ്തു, കാണേണ്ടതിന് വേണ്ടി, വീക്ഷിക്കേണ്ടതിന് വേണ്ടി ആ ഒരു കാഴ്ചപ്പാടിൽ എന്ത് ചെയ്തു, ഇരിക്കുവാനായിട്ടിടയായി തീർന്നു. ദൈവം, നിങ്ങൾക്കറിയാം, വഴിസൈഡിലൊക്കെ പിന്നെ മീറ്റിംഗ് വെക്കുമ്പോൾ അല്ലെങ്കിൽ കൺവെൻഷൻ ഒരു വഴിയുടെ ഏരിയയിലാണ് വെക്കുന്നെങ്കിൽ അതിലെ പോകുന്ന വണ്ടിയിലോട്ടൊക്കെ ആളുകൾ എന്ത് ചെയ്യും, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പ്രസംഗം ഒരു വശത്ത് നടക്കുകയാണ്, മറ്റുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, ശ്രദ്ധ കൊടുക്കുക. അത് നമ്മുടെ മാനുഷിക സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന് സ്തോത്രം, ദൈവസന്നിധിയിലാണ് നാം ഇരിക്കുന്നതെന്നുള്ള ആ പൂർണ്ണ ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. അപകടകരമായ ആ ഒരു തലം വരുത്തി വെക്കുവാൻ ഇടയാകരുത്. ആ കൂട്ടായ്മയ്ക്ക് എന്തുമാത്രം അപമാനമുണ്ടായി. പൗലൂസ് ആ വ്യക്തിയുടെ മേൽ പ്രാർത്ഥനയുടെ ശക്തി പകർന്ന് ആ വ്യക്തിയുടെ പ്രാണനെ ദൈവത്തിന് സ്തോത്രം അതിനകത്ത് സംരക്ഷിക്കാത്തക്ക നിലയിലുള്ള ആ പ്രാർത്ഥന അവൻ നടത്തിയില്ലായിരുന്നെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, ഇന്നത്തെ കാലത്തെങ്ങാനും അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനാലയം അടിച്ചു പൊളിക്കത്തില്ലേ, ആ വീട് തല്ലി പൊളിക്കത്തില്ലേ? ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് എന്നവൻ എന്ത് ചെയ്തു, ആ 2ാം നിലയിൽ നിന്ന് അല്ലെങ്കിൽ 3ാം നിലയിൽ നിന്ന് വീണ് പെടലി ഒടിഞ്ഞു, അല്ലെങ്കിൽ അവൻ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വേദനാകരമായ അനുഭവമാണ്. ആ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് എത്രമാത്രം അപമാനമാണ്. അവിടെ കൂടി വരുന്ന ദൈവത്തിന്റെ ഭൃത്യന്മാർക്ക് എത്രമാത്രം വേദനകരമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ സമയത്ത് ഞാൻ പറയാം, നിങ്ങൾ ആത്മീയ കൂട്ടായ്മയിൽ അലസരാകരുത്. ഒരു പ്രാർത്ഥനയ്ക്ക് ചെന്നാൽ, ഒരു കൂട്ടായ്മയിൽ ഇരുന്നാൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തുടർന്നാൽ അവിടെ അലസ മനോഭാവങ്ങളൊന്നും ഉണ്ടാകുവാൻ പാടില്ല. അതുണ്ടായാൽ പിന്നിൽ ഒരു അപകടം മണക്കുന്നുണ്ട് എന്ന് മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. നോക്കുക, ഇതൊരു വലിയ വീഴ്ചയ്ക്ക് കാരണമായി മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. ലോക സുഖങ്ങളിൽ ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നത് അപകടകരമാണെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നമുക്കിവിടെ നൽകപ്പെടുന്നത്. പ്രാർത്ഥനയ്ക്ക് പോകുന്നത് കൊണ്ട് മാത്രമാകുന്നില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം.
പ്രാർത്ഥനയ്ക്ക് പോയി അവിടെ ഒരു പ്രസന്റ് കാണിച്ചിട്ട്, അല്ലെങ്കിൽ പാസ്റ്റർ മുഖം കാണിച്ചിട്ട്, അല്ലെങ്കിൽ സഹോദരങ്ങളെ ഞാൻ വന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ദൈവത്തിന് അലസരായി ആത്മീക ജീവിതത്തെ നയിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ ആത്മീക മേഖലയിലുണ്ട്. അതൊരു അപകടമാണ്. അതൊരു മുന്നറിയിപ്പായി ഇന്ന് രാവിലെ സമയം ഞാൻ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യുകയാണ്. യൂത്തിക്കോസിനെ പൗലോസ് എന്ത് ചെയ്തു? ഇറങ്ങിച്ചെന്ന് അവന്റെ മേൽ ആമേൻ വീണ് തഴുകി, ആമേൻ അവന്റെ അകത്ത് ആത്മാവ് വരത്തക്ക നിലയിൽ, അവന്റെ ജീവൻ മടങ്ങി വരത്തക്ക നിലയിൽ ദൈവം അവിടെ അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. പൗലോസ് അവനെ ജീവനുള്ളവനായി തിരികെ ഏൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്വന്തം, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, അശ്രദ്ധകളെ ഒഴിവാക്കാം. ആമേൻ വളരെ യോഗ്യമായ നിലയിൽ കൂട്ടായ്മയിൽ ആരാധനയിൽ പങ്കുചേരാം. സർവശക്തനായ ദൈവം അതിനായി സഹായിക്കട്ടെ. എൻ്റെ നിങ്ങളുടെ വീടുകളിൽ നടക്കുന്ന കൂട്ടായ്മകൾ, പ്രാർത്ഥനകൾ, ആരാധനാലയത്തിൽ നടക്കുന്ന ആരാധന, ദൈവവചന ശുശ്രൂഷ, ഇതിലൊക്കെ ഗൗരവമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ആമേൻ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. സന്ദേശം നിങ്ങൾ കൈമാറ്റം ചെയ്യണം, മറ്റുള്ളവരുടെ അടുക്കൽ എത്തിക്കണം. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, അനുഗ്രഹമേറിയ ഈ നല്ല സന്ദേശത്തിനായി സ്തോത്രം. അവിടുന്ന് ഇത് കേൾക്കുന്ന എല്ലാവരുടെ മേലും ആത്മാവിന്റെ വലിയ സാന്നിധ്യവും ദൈവകൃപയും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ആരാധനാലയങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ദൈവകരങ്ങളിൽ താഴ്ത്തുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.